ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് FA കപ്പ് ഫൈനൽ ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് FA കപ്പ് ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗ് 2 അണ്ണന്റെ അൽ നസർ തോറ്റ് പുറത്തായിരിക്കുകയാണ്. അങ്ങനെ നീണ്ട 6 വർഷത്തെ സൗദി ജീവിതത്തിൽ ഒരു ട്രോഫി പോലും നേടാതെ 20ഓളം ട്രോഫികളാണ് ആള് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി ആകുള്ളത് ലീഗാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരൊറ്റ മത്സരം കൂടി ബാക്കിയുള്ളൂ. ആ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ ആ ലീഗ് കുറെ കാലത്തെ 6 വർഷത്തെ കാത്തിരിപ്പാണ്, അത് വിരാമം ഇടുന്ന് നമ്മൾ കാതോർത്തിരിക്കുകയാണ് ഓരോ റൊണാൾഡോ ഫാൻസും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ചെൽസി FA കപ്പ് ഫൈനലിലേക്ക് കടക്കും. ഫൈനലിലേക്ക് കടക്കുമ്പോൾ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ പോലെ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയണം. കപ്പടിച്ചത് സിറ്റി ആണെങ്കിലും ഏറ്റവും കൂടുതൽ റെക്കോർഡുകളും അതേപോലെ തന്നെ എന്താ പറയാ ഒരുപാട് 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 കാര്യങ്ങൾ പറയാനുള്ള പെപ്പിനെ കുറിച്ചാണ്. എന്ത് കരിയറാണ് ഈ ചങ്ങായിയുടെ. 9 സീസണാണ് സിറ്റിക്ക് വേണ്ടിയിട്ട് കോച്ചായിട്ട് ഇയാള് പെപ്പ് ഗാർഡിയോള എന്ന് പറയുന്ന ഇതിഹാസം. എന്താ പറഞ്ഞാൽ ഇയാള് ബാഴ്സലോണയിൽ പോയി കുറെ കാര്യങ്ങൾ തെളിയിച്ചു, ട്രിപ്പിൾ അടിച്ചു, അതേപോലെ തന്നെ ബയൺ മ്യൂണിക്കിൽ വന്നിട്ട് ഒരുപാട് ട്രോഫികൾ നേടി. വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നിട്ട് ഇംഗ്ലണ്ടിലും, സ്പെയിന് കഴിഞ്ഞു, ജർമ്മനി കഴിഞ്ഞു, ഇംഗ്ലണ്ടിലും വന്ന് 9 സീസൺ 20 ട്രോഫികൾ, അതിൽ ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ ട്രോഫികൾ എന്ന് വെച്ചാൽ ഒരു ചാമ്പ്യൻസ് ലീഗ്, 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, 3 FA കപ്പ്, 5 ലീഗ് കപ്പ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് 3 ഒരു സൂപ്പർ കപ്പ്, അതേപോലെ തന്നെ ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. പോരെ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു മാനേജർക്ക്? ഈ പെപ്പിന്റെ ഏറ്റവും മോശം സീസണായിരുന്നു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു 2025 സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം സീസൺ. അതിൽ തന്നെ ഡൊമസ്റ്റിക് ഡബിൾ അടിച്ചിരിക്കുകയാണ്. ട്രിപ്പിളിലേക്ക് ഇനി എന്താ പറയാ, ഇനി ഈ എന്താ പറയാ, അങ്ങനെ കൈവല പുറത്തെന്ന് അറിയില്ലേ, ഏത് സമയം അടിക്കാതിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആഴ്സണലായിട്ടുള്ള ആ ഒരു ടൈറ്റിൽ റേസിന് കടുത്ത പോരാട്ടത്തിൽ 2 പോയിന്റ് ബാക്കിലാണെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ഒറ്റ മത്സരം പരാജയപ്പെടുകയും സമനിലായി കഴിഞ്ഞാലും ചിലപ്പോൾ ഗോൾ ശരാശരിയൊക്കെ വേണ്ടി ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് വേണ്ടി പോകും. പക്ഷെ ഈ ചങ്ങായി പെപ്പ് എന്ന് പറയുന്ന ചങ്ങായിണ്ടല്ലോ, ആളുടെ ഏറ്റവും ഒരു മോശം സീസൺ എന്ന് ആലോചിക്കണം. ഇവിടെ ഓരോ ക്ലബ്ബുകൾ മില്യൺസ് ഇറക്കിയിട്ട്, ഇതിൽ തന്നെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ലിവർപൂളിന്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് പൈസ വാരി എറിഞ്ഞിരിക്കുക. സിറ്റിയും എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ സിറ്റി അതിനുള്ള 2 ട്രോഫികൾ അവരുടെ ഷെൽഫിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതും പെപ്പിന്റെ ഏറ്റവും മോശം സീസൺ എന്ന് പറഞ്ഞു ഒന്ന് മനസ്സിലാക്കണം. അമ്മാതിരി പെർഫോമൻസ് ആണ് സിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ചങ്ങായി നടത്തിയിട്ടുള്ള ഈ സീസണിലും. ഇനി എങ്ങാനും അവസാന നിമിഷത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിക്കണം. അല്ലാത്തതും ഈ സീസണിന്റെ അവസാനമായപ്പോൾ എന്താ പെപ്പിന് പറ്റിയത്? പെപ്പ് ഇങ്ങനെ എന്താ പറയാ ടാക്ടിക്സ് ഒക്കെ മാറ്റി മറിച്ചും അതേപോലെ പുതിയ പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന രീതികളൊക്കെ മാറാൻ തുടങ്ങിയപ്പോൾ കളിയിൽ വിജയങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ചെൽസി ആയിട്ട്, അതും 2018-19 സീസണിൽ ഇതേപോലെ FA കപ്പും കരബാവ് കപ്പും ഒരു സീസണിൽ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2025-26 ഇങ്ങനെ ഒരു സീസണിൽ 2 ട്രോഫിയും തൂക്കുന്ന ആദ്യ മാനേജറാണ് പെപ്പ് ഗാർഡിയോള. കുറിച്ച് പറയാൻ ഇപ്പോൾ സിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ 6 കിരീടങ്ങളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. FA കപ്പിൽ 2 ഫൈനലുകൾ തുടർച്ചയായി തോറ്റിട്ട് 3ാമത്തെ ഫൈനലായിരുന്നു. പെപ്പിന്റെ അണ്ടറിൽ 3 FA കപ്പ് നേടിയിട്ടുണ്ട്. അടിപൊളി ഒരു കരിയർ അല്ലേ? ഇനിയിപ്പോൾ എത്ര കാലം സിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ആള് കോച്ചായിട്ടുണ്ടാവും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 സീസൺ കൂടി ഉണ്ടാവുമായിരിക്കും. അതേപോലെ തന്നെ 2 ഗോൾ കീപ്പർമാരാണ് ഈ ഒരു 2 ട്രോഫി ഒരേ സീസണിൽ നേടിയിട്ടുള്ളത്. ഒന്ന് എഡേഴ്സൺ ആണ് സിറ്റിക്ക് വേണ്ടിയിട്ട് 2018-19 സീസണിലാണ്. അതേപോലെ തന്നെ ഈ സീസൺ 2025-26 സീസണിൽ ജെയിംസ് ട്രാഫോർഡ് കൂടിയിട്ടാണ് ഈ ഒരു FA കപ്പും കരബാവ് കപ്പും 2ഉം ഒരേ സീസണിൽ ഒരു ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് തൂക്കിയിട്ടുള്ളത്. അപ്പൊ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ സിറ്റി കളി അത്യാവശ്യം നല്ല രീതിക്ക് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയാനായപ്പോൾ ചെൽസിയുടെ കളിയിൽ കൈയെത്തി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും ചെൽസിയുടെ അറ്റാക്ക് ആയിരുന്നു. ചെൽസി ഏത് സമയം ഒരു ഗോൾ അടിക്കുന്നുള്ള ഇതിൽ. അതിനിടയിൽ 2 ടീമുകൾക്ക് ഹാലൻഡിനൊക്കെ കിട്ടില്ല ചാൻസ്, അതേപോലെ ചെൽസിക്കും ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പർമാരുടെ മികവും അതേപോലെ തന്നെ ഇവരുടെ ഫിനിഷിംഗ് ഇല്ലായ്മ കാരണം 2 ടീമിന് ഇഷ്ടംപോലെ ചാൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു കിടിലൻ അസിസ്റ്റിലൂടെ നമ്മുടെ ചങ്ങായി ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ലേ സിറ്റി ഈ സീസണിൽ കൊണ്ടുവന്നത്, സെവീനയാണ് ഒരു ഗോൾ അടിച്ചിട്ട് അങ്ങനെ ഒരൊറ്റ ഗോളിന്. നമ്മളൊക്കെ കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷ എന്താണ്?
സിറ്റി ചെൽസിക്ക് മേലെ ഒരു 3-4 ഗോളിന് അടിക്കുന്നു. കുറെ കമന്റ്സുകൾ വന്നതും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഫോമിലായിരുന്നു. പക്ഷെ കളി ഏകദേശം സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കളിയുടെ ആ ഒരു പൊസിഷനും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയും കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ചെൽസി കളിച്ചിട്ടുണ്ടായിരുന്നു. ചെൽസിക്ക് കളി കഴിഞ്ഞു. ഈ സീസണിൽ ട്രോഫി ഇല്ലാത്തൊരു സീസൺ. അതേപോലെ വെംബ്ലിയുടെ ശാപം. ചെൽസിയുടെ കയ്യിൽ 8ാമത്തെ ഫൈനൽ എന്തോ ആണ് വെംബ്ലിയിൽ ഇവന്മാര് പരാജയപ്പെടുന്നത്. ജെയിംസിന്റെ 4ാമത്തെ ഫൈനലും വെംബ്ലിയിൽ വെച്ചിട്ട്. അപ്പൊ വെംബ്ലിയിൽ എന്തോ ശാപം ചെൽസിക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ ചെൽസിയുടെ ആ ടീമിലുള്ള ആ ഒരു കോച്ച് മാറ്റി ഇപ്പോൾ പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട്, അതേപോലെ തന്നെ ഇനി സാബി അലോൺസ ചെൽസിയുടെ കോച്ചായിട്ട് എന്താ പറയാ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ മാനേജറായിട്ട് ഇപ്പൊ സത്യപ്രതിജ്ഞയാണല്ലോ നാട്ടിലൊക്കെ ട്രെൻഡ്. അപ്പോ മാനേജറായിട്ട് ചെൽസിയുടെ പുതിയ മാനേജറായിട്ട് എനിക്ക് തോന്നുന്നു ചെൽസിനെ ആള് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആള് എന്താന്ന് പറഞ്ഞാല് ഈ ഒരു കോച്ചായിട്ട് മാത്രമല്ല, ആളുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇടപാടുള്ള ആ ഒരു റൂൾ കൂടി അതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചെൽസിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ട്. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്ത് മാറ്റങ്ങളൊക്കെ വരുന്നൊക്കെ വിചാരിക്കുന്നത് ലിവർപൂളിലും തകിട്ടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്ലബ്ബുകളുടെയും പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയൊരു വർഷത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറ്റി എന്തായാലും ക്ലബ്ബുകളാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതില്ലാതിരിക്കില്ല. അതൊക്കെ മാറിയിട്ട് പുതിയ ക്ലബ്ബുകളായിട്ട് പുതിയൊരു സീസൺ അതിനായിട്ട് വേൾഡ് കപ്പ് വരുന്നുണ്ട്. അങ്ങനെ കളി കഴിയുമ്പോൾ 1-0 വിജയത്തിൽ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും FA കപ്പ് തൂക്കിയിരിക്കുകയാണ്. കളിയിൽ എന്താ പറയാ മിന്നും പ്രകടനം 2 ടീമുകളും കാഴ്ചവെച്ചെന്ന കാര്യം ശരിയാണ്. പക്ഷെ പെപ്പാണ് ഇതിൽ ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൊണ്ട് പോയത്. അതേപോലെ തന്നെ ഫിൽ ഫോഡനും അതേപോലെ തന്നെ ബെർണാർഡോ സിൽവ, ഇവർ രണ്ടുപേരുടെയും അവസാന സീസണാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവരും 20ഓളം ട്രോഫികൾ നിന്ന് തൂക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. പെപ്പിന്റെ കൂടെ നിന്നിട്ട് തൂക്കിയിട്ടുണ്ട് 20ഓളം ട്രോഫികൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തായിരിക്കും നടക്കാൻ പോവുക? ഇംഗ്ലീഷ് പ്രീമിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. അതിൽ സിറ്റിക്ക് വരാൻ പോകുന്നത് ബോൺമൗത്തും അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയാണ് അവസാന മത്സരം വരാൻ പോകുന്നത്. ആഴ്സണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് ബേൺലിയും അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസാണ്. അപ്പോൾ ആഴ്സണലിന്റെ കാര്യം കുറച്ച് എളുപ്പമെന്ന് വിചാരിക്കാം. പക്ഷെ ബേൺലിയൊക്കെ അവസാന സ്ഥാനക്കാരായിട്ട് കിടക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അവര് മതി അത്താഴം മുടക്കാൻ ഇങ്ങനത്തെ ആൾക്കാർ മതി എന്നുള്ള ഇതിലേക്കാണ്. അപ്പോൾ ആഴ്സണലിനുള്ള 2 മത്സരങ്ങൾ ജയിക്കണം. ഒരു മത്സരം സമനിലയായി കഴിഞ്ഞാൽ പിന്നെ ഗോൾ ശരാശരി അതിന് മുൻതൂക്കം ആഴ്സണൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്തായാലും ഗോൾ അടിച്ചു കൂട്ടാനുള്ള ഒരു ഇതിൽ തന്നെ ആയിരിക്കും. എന്താ പറഞ്ഞാൽ എങ്ങാനും മാഞ്ചസ്റ്റർ സിറ്റി 2 കളി ജയിച്ചു നോക്കട്ടെ, അപ്പോഴും ആഴ്സണലിന്റെ ഒരു കളി പരാജയം അല്ലെങ്കിൽ ഒരു കളി സമനില ആവണം ബാക്കിയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴും നെഞ്ചിടപ്പോട് കൂടിയിട്ട് തന്നെയാണ് ആഴ്സണൽ ഫാൻസോ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസോ ആരാണ് ബോട്ടിൽ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഇനി നേരെ സൗദിയിലേക്ക് പറക്കാം. സൗദിയിലേക്ക് പറക്കാന്ന് പറഞ്ഞാൽ എന്താ പറയാ, AFC ചാമ്പ്യൻസ് ലീഗ് 2 ചാമ്പ്യൻസ് ലീഗ് വീണ്ടും റൊണാൾഡോ നേടിയെത്തുന്നു. പ്രതീക്ഷിച്ച റൊണാൾഡോ ഫാൻസിനും അതേപോലെ തന്നെ അൽ നസർ ഫാൻസിനും ഭയങ്കര നിരാശ ഉള്ള ഒരു രാത്രിയാണ് കടന്നു പോയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2 മാച്ച് 2 ട്രോഫികൾ 6 കൊല്ലമായിട്ട് ഇങ്ങനെ ട്രോഫികൾ കിട്ടാതെ റൊണാൾഡോ ഫാൻസും ഇങ്ങനെ സൗദി ലീഗിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ചാൻസുകൾ, ഒരുപാട് എന്താ പറയുക, ഇത്രയും അൺലക്കി ഇല്ലാത്തൊരു ചങ്ങായി. എന്താ പറഞ്ഞാല് റയൽ മാഡ്രിഡിലും യുവന്റസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കളി ചരിത്രം തിരുത്തി ട്രോഫികൾ തൂക്കിയപ്പോ അൽ നസറിൽ പോയിട്ട് 6 കൊല്ലം. എന്താ കാരണം എന്ന് പറഞ്ഞാല് മറ്റൊരു ചങ്ങായി അവിടെ അമേരിക്കയിൽ പോയിട്ട് കുറെ ട്രോഫികളൊക്കെ അവിടെ നിന്ന് വാരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്തായാലും മെസ്സി അവിടെ ട്രോഫികൾ വാരുമ്പോൾ ഇവിടെ ട്രോഫി വരാതിരിക്കുമ്പോൾ ആ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ റൊണാൾഡോ ഫാൻസ് ഇങ്ങനെ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നാണ് ഒരേ സീസണിൽ 2 ട്രോഫികൾ, അതും AFC ചാമ്പ്യൻസ് ലീഗും 1 സൗദി പ്രോ ലീഗും അടിക്കാന്നുള്ളത്. അങ്ങനെ ജപ്പാനീസ് ടീമായ ഗാംബ ഒസാക്കയുടെ കൂടെ 1-0 പരാജയപ്പെട്ടിട്ടാണ് റൊണാൾഡോന്റെ അൽ നസർ ആ ഒരു ചാമ്പ്യൻ ലീഗിന്റെ ട്രോഫി ജപ്പാൻകാർക്ക് കൊടുത്തിട്ട് പോയത്. കളിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇമാതിരി ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു അവസരം അൽ നസറിൽ 17 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാംബ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ ഒസാക്ക, അവരാകെ 3 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്, അതിലൊന്ന് ഗോളും. ആലോചിക്കണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചാൻസുകളൊന്നുമല്ല റൊണാൾഡോയ്ക്ക്, അതേപോലെ തന്നെ മാനയ്ക്ക് കിട്ടിയത്, അതേപോലെ തന്നെ നമ്മുടെ ചങ്ങയില്ലേ ഇതേപോലെ എമ്മാതിരി ഫിലിക്സിനൊക്കെ കിട്ടിയ ചാൻസുകൾ ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ ഒരു ചുരുങ്ങിയൊരു 3-4 ഗോൾ ജയിക്കേണ്ട കളിയായിരുന്നു. അപ്പൊ അത്രയും ഭാഗ്യമില്ലാത്തൊരു ഇതാണ്. അപ്പൊ ഇനി എല്ലാവരും ഇട്ട് നോക്കുന്നത് സൗദി പ്രോ ലീഗിലേക്കാണ്. സൗദി പ്രോ ലീഗിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ മത്സരമുണ്ട്,
തൊട്ട് താഴെയുള്ള അൽ ഹിലാല് അവര് 2 പോയിന്റ് ഗ്യാപ്പിലാണ്. ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ പണി പാളി. സമനിലയാണെങ്കിൽ പിന്നെയും ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് ഗോൾ ശരാശരിയിൽ അൽ നസറാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. ഇനിയുള്ള മത്സരത്തിൽ 3 ഗോളിന്റെ ഡിഫറൻറ്റാണ് ഉള്ളത്. ഇനിയുള്ള മത്സരത്തിൽ ഒരു 3-0 4-0 ജയിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ അൽ നസർ തോൽക്കുകയാണെങ്കിലൊക്കെ ഉള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കുന്നു ഒരു പിടിയില്ല. അതിന് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ട്രോഫിയെങ്കിലും എന്താ പറയുക 6 കൊല്ലമായി ഒരു രാജ്യത്തിൽ വന്നിട്ട് ഒരു അവിടുത്തെ ഏറ്റവും ടോപ്പ് ലീഗിൽ അവിടുത്തെ ഒരു ടോപ്പ് ടീമിന് വേണ്ടി അൽ നസറിന് വേണ്ടി കളിക്കുകയാണ്. ഇന്നലത്തെ ആ സ്റ്റേഡിയം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എന്താ പറയാ, അൽ നസറിലെ ആരാധകർ എന്താ പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു എന്താ പറയാ ഒരു 10ൽ 1 ഭാഗം മാത്രമാണ് ആ ജപ്പാനീസ് ടീമിന് ഒരു ഫാൻസ് ഉണ്ട്. ബാക്കി മൊത്തം സ്റ്റേഡിയം മൊത്തം ആ ഒരു മഞ്ഞയും പിന്നെ കന്തൂറയും മണിഞ്ഞ ജേഴ്സി ഇട്ടിട്ട് വെള്ള അവിടുത്തെ അറബുകളുടെ ജേഴ്സി ഇട്ടിട്ട് ആ ഒരു ഡ്രസ്സും ഇട്ടിട്ട് അതേപോലെ തന്നെ അൽ നസറിന്റെ ജേഴ്സി ഇട്ടിട്ട് അത്രയും ഇതായിരുന്നു. ഒരു വെള്ളയും മഞ്ഞയും മാത്രമായിരുന്നു ആ സ്റ്റേഡിയം മൊത്തം കണ്ടിരുന്നത്. പക്ഷെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ തല താഴ്ത്തിയിട്ടാണ് റൊണാൾഡോ എന്താ പറഞ്ഞാല് ആ ഒരു ട്രോഫി കൊടുക്കുന്നവരെ കാണാൻ വേണ്ടി നിൽക്കാതെ റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങാണ്. അപ്പോൾ ഇനി റൊണാൾഡോ ഫാൻസിന്റെ കാത്തിരിപ്പ് എന്തായാലും സൗദി പ്രോ ലീഗ് അടിക്കാൻ വേണ്ടിയിട്ടില്ലായിരിക്കും. അത് അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളാം. അപ്പോൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.